ഞാൻ ഒരാളെ പോലും മോശമായിട്ട് ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലേ? ആരെങ്കിലും കുത്തി പറയുകയോ മനസ്സ് വിഷമിപ്പിക്കുകയോ ഉള്ള ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ പറയാ, എന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാര്, അതുമല്ലെങ്കിൽ നമ്മളോട് എവിടെയെങ്കിലും ഒരു സന്ദർഭം ആൾക്കാർ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനാ? എല്ലാവരോട് ന്യായീകരിച്ച സമയം കളയുന്നതിനാ? നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മളുടെ ശരിയും നമ്മളുടെ കാര്യങ്ങളായിട്ട് പോകാം. ഞാനൊരു മെസ്സേജ് പോലും മോശമായ അവസ്ഥയിൽ ഫോർവേഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ അത്രയും സഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് വളരെ കൂടി. എന്നെ ആർക്കറിയാം, ഞാനൊന്നും പ്രതികരിക്കില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞ എന്നെ വിട്ടേക്ക്. ഞാൻ സംസാരിച്ച ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും മാറി കിടക്കുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ട് ആരെക്കുറിച്ച് ഒന്നും പറയാനോ ആരുടെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടാൻ വരുന്നില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിലേക്കും എന്നെ വിട്ടേക്ക്. നമ്മുടെ കൈയും കാര്യം കെട്ടിയിട്ടിട്ട് അടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥകളായിരുന്നു കഴിഞ്ഞ 8-9 വർഷക്കാലം. ഡോക്ടർ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ദിലീപിന്റെ കേസ് എന്തായി? ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. അപ്പൊ ഡോക്ടർ ദൈവമേ, അപ്പൊ എന്നെ മാറ്റും. അപ്പൊ എല്ലാ തവണയും ഡോക്ടർ ഓരോ തവണ ചോദിക്കും, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞു ഡോക്ടറെ, ചിലപ്പോ അടുത്ത ആഴ്ച എന്ന് പറയുന്നുണ്ട്, എന്റെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അതെന്താവോ ആവുമോ? ഈ ദിലീപിന്റെ കേസ് വെച്ചാൽ ഈ കോടതി പരിപാടികൾ പോലെ തന്നെയാണ് ഇപ്പൊ എന്റെയും കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോ എനിക്ക് ഹാർട്ട് സർജറി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലായി. നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ എത്രയോ വർഷക്കാലം ഈ കോടതിയിൽ പോയി ആ കോടതി പോയി, അങ്ങനെ മേൽക്കോടതി പോയി, കീഴ്ക്കോടതിയിൽ വരുന്നു, പിന്നെ മേൽക്കോടതി പോകുന്നു. സൈഡിൽ കൂടി നമ്മളുടെ കേസ് കൊണ്ട് നമ്മളും ഇതേപോലെ. കഴിഞ്ഞ 8-9 വർഷമായിട്ട് താൻ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതുപോലെ തന്നെ മലയാള സിനിമയുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന നിഗൂഢതകളും ഒക്കെ, അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ നടൻ ദിലീപ് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. നമുക്കറിയാം, അതിജീവിതയുമായി ബന്ധപ്പെട്ട് ദിലീപും ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യവും, അതിൽ ഈ കോടതി ദിലീപിനെ വെറുതെ വിട്ട വാർത്തകളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയ, നിയമ പോരാട്ടം നടപ്പിലാക്കിയ ഒരു വ്യക്തി തന്നെയായിരുന്നു അതിജീവിത. അതോടൊപ്പം തന്നെ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ, ദിലീപിൻ്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരും. അങ്ങനെ ഉണ്ടായ ആ ഒരു പ്രശ്നം വളരെ കുറേ വർഷങ്ങളെടുത്തു. ആ ഒരു നിയമ പോരാട്ടം നടത്തിയതിന് ശേഷം അവസാനം ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് നമ്മുടെ മുമ്പിൽ കണ്ടത്. ഇതിൽ ആരാണ് ഇര, ആരാണ് വേട്ടക്കാരൻ എന്നുള്ള കാര്യത്തിലാണ് വളരെയധികം ഒരു വ്യക്തത വരുത്താത്ത രീതിയിലുള്ളൊരു കേസ് തന്നെയാണ് ആ ഒരു വിധി തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അവിടെ കോടതിയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ദിലീപ് കഴിഞ്ഞ ദിവസം ആലുവയിൽ വെച്ച് എന്തോ ഒരു ചടങ്ങിൽ നടന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ദിലീപിനൊപ്പം തന്നെ ബലിയാകേണ്ട ഒരു ഇരയാകേണ്ട ഒരു വ്യക്തിയായിപ്പോയി CM ഹൈദരാലി, ഡോക്ടർ CM ഹൈദരാലി എന്ന് പറയുന്നു. അദ്ദേഹവും ഈ ദിലീപും തമ്മിലുള്ള ഒരു കണക്ഷൻ കാരണം അദ്ദേഹത്തിനെയും എതിരെയും ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായി. പിന്നീട് ആ ഒരു പോരാട്ടം നടപ്പിലാക്കുകയും പിന്നീട് ഈ ഡോക്ടർക്ക് അനുകൂലമായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം വിധി അനുകൂലമായിട്ട് വരികയൊക്കെ ഉണ്ടായി. അപ്പോൾ ദിലീപുമായിട്ടുള്ള ഒരു കണക്ഷൻ്റെ പേരിലാണ് ഈ ഡോക്ടർ CM ഹൈദരാലിയും ഇരയാകേണ്ടി വന്നതെന്നുള്ളൊരു കാര്യം ആണ് ദിലീപ് പറയുന്നത്. അപ്പോൾ ഒരു ആലുവയിൽ വെച്ചൊരു ചടങ്ങിൽ വെച്ചാണ് ആദ്യമായിട്ട് മനസ്സ് തുറന്ന് ദിലീപ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഘട്ടത്തിലാണ് ഞാനും ഡോക്ടറും ഓരോ ഫേസിലൂടെ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വിഷയങ്ങളിൽ എന്നെ ഒറ്റപ്പെടുത്താൻ ഒരു ഐലൻഡ് പോലെയാണ്. ഒരാളുടെ സപ്പോർട്ടോ ഒരു സഹായം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാർ ചേർന്ന് പല പരിപാടികൾ ഒപ്പിച്ചപ്പോഴും പാവം ഡോക്ടറെയും പിടിച്ച് അതിന് ബലിയാടാക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു. എനിക്കതൊരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പേരിൽ പാവം ആ നല്ല മനുഷ്യൻ എത്ര ബലിയാടാകുന്നു. വെറുതെ വായി തോന്നുന്നത് ആരോപണം ഉന്നയിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, നമുക്കൊന്നും പറയാനും പറ്റില്ല. നമ്മുടെ കൈയും കാലം കെട്ടിയിട്ടിട്ട് അടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥകളായിരുന്നു കഴിഞ്ഞ 8-9 വർഷക്കാലം. എത്രയോ വർഷക്കാലം ഈ കോടതിയിൽ പോയി ആ കോടതി പോയി, അങ്ങനെ മേൽക്കോടതി പോയി, കീഴ്ക്കോടതിയിൽ വരുന്നു, പിന്നെ മേൽക്കോടതി പോകുന്നു. സൈഡിൽ കൂടി
നമ്മളുടെ കേസുകൊണ്ട് നമ്മളും ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവസാനം സത്യം ജയിച്ചു എന്ന് പറയുന്ന പോലെ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ ആശുപത്രി തിരിച്ചു കിട്ടി. അതില് അദ്ദേഹം ഇത് നഷ്ടപ്പെടുത്തി കളയുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു എനിക്കൊക്കെ. കാരണം മനസ്സും അടുത്തിട്ട്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ആലുവയില് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ഡോക്ടർ സി ഹൈദരാലി. ഞാൻ 2009 എൻ്റെ അച്ഛന്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ തന്നെയാണ്. കാരണം ഈ നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള നാട്ടില് ഒക്കെ ആയിട്ട് ഡോക്ടർ ഒരുപാട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പലർക്കും വീടുകൾ വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ പറയാ, എന്നെ അറിയാൻ പാടില്ലാത്ത ആൾക്കാര്, അതുമല്ലെങ്കിൽ നമ്മളോട് എവിടെയെങ്കിലും ഒരു സന്ദർഭം ആൾക്കാർ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനാ? ആൾക്കാരോട് ന്യായീകരിച്ച സമയം കളയുന്നതിനാ? നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മളുടെ ശരിയും നമ്മളുടെ കാര്യങ്ങളായിട്ട് പോകും. ദിലീപിന്റെ കേസ് വിളിപ്പിക്കുമ്പോൾ ഈ ഡോക്ടറും വിളിച്ചു ചോദിക്കും, ദിലീപ് എന്തായി കേസ് എന്ന്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്കിന് എൻ്റെ കേസ് നീട്ടി എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഡോക്ടർ പറയും, അപ്പോൾ എൻ്റെയും അവസ്ഥ അത് തന്നെയായിരിക്കും, എൻ്റേതും നീട്ടിക്കാണും എന്ന് പറയുമെന്ന്. അപ്പോൾ ഈ ഡോക്ടറെ കണ്ടാണ്, ഡോക്ടർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടം തോന്നി ആണ് ദിലീപും തൻ്റെ അച്ഛൻ്റെ പേരിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. 1000 പേർക്കോളം വീട് വെച്ച് കൊടുക്കണം എന്നുള്ളൊരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയി. 11 പേർക്കോളം വീട് വെച്ച് കൊടുത്തു. ആ കൊടുത്ത സമയത്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നീട് സഹായിക്കാമെന്ന് വെച്ച് കരുതിയാൽ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ദിലീപ് കാണിക്കുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ആളുകൾ പറയുന്നത്. അതുപോലെ ഒരുപാട് പോലീസുകാരുടെ ഇടയിൽ നിന്നൊക്കെ ദുരനുഭവങ്ങളുണ്ടായി, തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദിലീപ് ഈ ഒരു ചടങ്ങിൽ വെച്ച് മനസ്സ് തുറന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാലിനിട്ട് ചാട്ടവാറും കൊണ്ട് അടിക്കുന്ന രീതിയിലുള്ള വേദനകളായിരുന്നു ഈ 8-9 വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന തൻ്റെ പേരിൽ ഈ ഡോക്ടർ സി എം ഹൈദരാലി എന്ന് പറഞ്ഞ വ്യക്തിയും ഒരുപാട് വിഷമിക്കേണ്ട അവസ്ഥകൾ വരികയുണ്ടായി. അദ്ദേഹവും 9 വർഷത്തോളം എടുത്തു അദ്ദേഹത്തിനും നീതി ലഭിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ള കാര്യത്തിൽ ആണ് ഭയങ്കര, കാരണം ആകെ കൺഫ്യൂഷനായിട്ട് മാറി മറിഞ്ഞ ഒരു കേസാണ്. അതിജീവിതയാണെങ്കിൽ അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവരനുഭവിച്ച ഒരു ദിവസം മുഴുവനും രാത്രി മുഴുവനും എറണാകുളം ടൗണിൽ കൂടെ ഈ വാഹനത്തിനുള്ളിൽ വെച്ച് അവരെ പീഡിപ്പിച്ച് ഉണ്ടായ ആ ഒരു ദുരനുഭവം, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ്. ഒരു സ്ത്രീയോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൂരതയാണ് അന്ന് ആ സ്ത്രീ അനുഭവിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എത്ര നാൾ അവർ പോരാടി മാനസികമായിട്ടും ഒക്കെ അവരെ ആകെ തകർന്നു പോയ അവസ്ഥയിലൂടെയായിരുന്നു നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് നീതി കിട്ടിയോ എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ കോടതിയുടെ ആ വിധിയൊക്കെ കേട്ടപ്പോൾ എല്ലാവരിലും വളരെയധികം കുറേ അധികം ആളുകളിൽ ഈ നീതി നമ്മുടെ അതിജീവിതയ്ക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ഇത് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിധി അല്ല വന്നതെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ദിലീപിനെ അനുകൂലിച്ച് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി എഴുതിയ സംഭവമാണ് അവിടെ അരങ്ങേറിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ കോടതി വെറുതെ വിടുകയുണ്ടായി. എന്തു തന്നെയായാലും ആ ഒരു കാര്യത്തിൽ കുറേ ആളുകൾക്ക് ശിക്ഷ, പൾസർ സുനി ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾക്ക് ശിക്ഷ നമ്മുടെ കോടതി വിധി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു നമ്മുടെ അതിജീവിതയുടെ കാര്യത്തിൽ നിയമം അനുകൂലമായിട്ടുള്ള ഒരു നിയമത്തിന് വേണ്ടിയിട്ട് അവർ വീണ്ടും പോരാടും എന്ന്, നീതി കിട്ടുന്നിടം വരെയും പോരാടും എന്നുള്ളൊരു കാര്യം അവർ സംസാരിക്കുകയുണ്ടായി. അവർ ആ ഒരു തീരുമാനത്തിലെടുക്കുകയും ചെയ്തു. എന്തായാലും ഇത്രയും വർഷങ്ങൾ ഈ ഒരു വിധി വരാൻ വേണ്ടിയിട്ട് നീണ്ടുപോയി. ആ ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു കോടതി വിധി വരാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ എടുത്തു. അവരെത്രയും വർഷത്തോളം അനുഭവിച്ചിരുന്ന വിഷമങ്ങളൊക്കെ എത്രത്തോളമാണ്. അതുപോലെ തന്നെ ഇതിലെ വേട്ടക്കാരനും ഒരുപാട് അനുഭവിച്ചു. താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയാൻ വേണ്ടിയിട്ട്
ആ ഒരു കാര്യത്തിന് വ്യക്തത വരുത്താനും ഇത്രയും വർഷങ്ങൾ നീണ്ടുപോയി. ഇതിൽ രണ്ട് കൂട്ടരും അനുഭവിച്ചിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു കേസ് തന്നെയാണ് എന്തായാലും. ഇതിലിപ്പം ഈ ദിലീപിൻ്റെ ഭാഗം പറയുന്നു, താൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഒക്കെ അദ്ദേഹം 8-9 വർഷം അനുഭവിച്ച വേദനകളാണ് പറയുന്നത്. ഇതിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നത്. പക്ഷേ എന്താണ് സത്യം, എന്തായിരുന്നു അവിടെ സത്യാവസ്ഥ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ അതിജീവിതയെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കേണ്ടി വന്ന, അവരനുഭവിക്കേണ്ടി വന്ന അവസ്ഥകളൊക്കെ അവർ എന്തുമാത്രമായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും കോടതിയിൽ അത് വ്യക്തമാക്കി ഒരു വിധി വന്നതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.